ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നെഞ്ചു തകരുന്ന വേദനയോടെ ശാരദയും മക്കളും സ്നേഹതീരത്തിൽ നിന്ന് ഇറങ്ങാണ് വിനീതിനൊപ്പം. അപ്പോൾ വിനീത് അവരെയും കൂട്ടി വിനീതിൻ്റെ വീട്ടിലേക്കാട്ടോ ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വരുന്നത് കാണുമ്പോൾ തന്നെ സുജാത അവിടെ ഒരു ചൂലും പിടിച്ചിങ്ങനെ നിൽക്കുക. അല്ല എടാ വിനീതേ, നീ ഇവരെയും കൂട്ടിക്കൊണ്ട് ഇത് എങ്ങോട്ടാണ് വലിഞ്ഞു കയറി വരുന്നത് എന്ന് ചോദിക്കുക. അമ്മ എന്താ ഈ പറയുന്നേ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല ശാരദേ, നീയും നിന്റെ മക്കളും കൂടി കുറ്റം പറിച്ചത് എങ്ങോട്ടായി വലിഞ്ഞു കയറി വരുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ പറയും, അത് വീട് ജപ്തിയായി. ഓ, അപ്പം വീടും പോയി കിട്ടിയല്ലേ? കൂടും കുടുക്കിയെടുത്ത് ഇവൻ്റെ വാക്കും കേട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിനക്കൊന്നും ഒരു നാണോ ഇല്ലേ എന്ന് ചോദിക്കുക. ദേ അമ്മ എന്തൊക്കെ വർത്തമാനമായി പറയുന്നത്? ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. എൻ്റെ വീട്ടിൽ ഇവർക്കൊരു സ്ഥാനം ഞാൻ കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നേ. അങ്ങനെയുള്ളപ്പം ഇവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ എന്ന് പറയാം. ഓഹോ, ഇത് നിൻ്റെ മാത്രം വീടാണോ? ഇവിടെ നീ മാത്രമാണ് താമസിക്കുന്നത്? ഇതേ എൻ്റെ വീടാ. അത് നിനക്ക് ബോധ്യമുണ്ടോ വിനീതേ എന്ന് ചോദിക്കുക. ഇവരെ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് സുജാത ചൂലും പിടിച്ച് നിൽക്കുക. എവിടെ പോയി ഇവരുടെ കാശും പത്രാസവും പണവും ഒക്കെ? അല്ലെങ്കിൽ തന്നെ ഇവക്കൊക്കെ നാക്കിന് നല്ല നീളമായിരുന്നല്ലോ എന്ന് കാവേരിയെ നോക്കിക്കൊണ്ട് പറയാം. അല്ല, നിനക്ക് ഒരു വിലയും തരാത്തവളല്ലേ ഈ ഗംഗ? നിന്നെ ഉപേക്ഷിച്ച് വലിയ കൊമ്പത്തെ ആലോചന വന്നപ്പം അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പം അലിഞ്ഞു കയറി ഇങ്ങോട്ട് വരാൻ ഒരു നാണോ ഇല്ലേ നിനക്കൊക്കെ എന്ന് ചോദിക്കാം. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. അതൊന്നും അറിയാനോ അന്വേഷിക്കാനോ ഈ സുജാത വരത്തില്ല. പക്ഷേ എൻ്റെ അടിച്ചതിനകത്ത് നിന്നെ ഒന്നും ഞാൻ കേട്ടത്തില്ല എന്ന് സുജാത പറയണം. ഇത് കേൾക്കുമ്പം അച്ചമ്മ പറയും, എന്താ ഈ പറയുന്ന നീ? ഇത് നിൻ്റെ ആങ്ങളുടെ ഭാര്യയും മക്കളും അല്ലേ? അവർക്കൊരു ദുരന്തം വരുമ്പം ഇങ്ങനെയാണോ സുജാത നീ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുക. അന്നേരത്തേക്കും അച്ചമ്മയോട് നമ്മുടെ സുജാത പറയും, ദേ അമ്മ കൂടുതലൊന്നും പറയണ്ട. ഇവരെന്നോട് ചെയ്തതും പ്രവർത്തിച്ചതൊന്നും മറന്ന് അത്ര പെട്ടെന്ന് ഇവരോട് സ്നേഹത്തോടെ പെരുമാറാനൊന്നും ഈ സുജാതയ്ക്ക് പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടല്ലേ ഇവരെൻ്റെ പടി കയറി വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും കൊമ്പത്തെ ആൾക്കാരെന്നും പറഞ്ഞ് എന്നെയും എൻ്റെ മകനെയും പുച്ഛിച്ച് ജീവിക്കത്തില്ലായിരുന്നുള്ളൂ. എന്നിട്ട് ഇപ്പോൾ വലിഞ്ഞു കയറി വന്നിട്ട് അമ്മ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ അല്ലാതെ ഇവരെ ഞാൻ ഈ കുടുംബത്തിൽ കേട്ടില്ല. എൻ്റെ ആങ്ങള മരിച്ചു, അതോടുകൂടി ആ ബന്ധവും എൻ്റെ മനസ്സിൽ അവസാനിച്ചതാ. അല്ലാതെ ആങ്ങളുടെ ഭാര്യയാണ് മക്കളാണെന്നും പറഞ്ഞ് ഇവരും ആയിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അല്ലെങ്കിൽ തന്നെ ഇവൾ എന്നോട് ഇന്നാൾ എന്താ പറഞ്ഞ്, ഇവരുടെ കുടുംബത്തിലെ ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത്, അപ്പച്ചിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞാനേ എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയുന്നത്. ഒരു ഗതിയില്ലാതെ കയറി വന്നവർക്ക് കയറി കിടക്കാനുള്ള സത്രമൊന്നും അല്ല സുജാത ഈ നടത്തുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പം തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ വിനീത് പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഈ അമ്മായി ഈ പിള്ളേരും വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാ? ഈ പെൺകുട്ടികളായിട്ട് എവിടെയെങ്കിലും പോയാൽ തന്നെ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മാവൻ മരിക്കുന്നതിന് മുന്നേ ഇവരെയൊക്കെ ഞാൻ നോക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അമ്മാവൻ പോയത്. അമ്മാവന് ഞാൻ കൊടുത്ത വാക്കാ, അതെനിക്ക് പാലിക്കണം. എടാ നാണം കെട്ടവന്, നിനക്ക് ഒരു നാണം ഇല്ലേടാ? ഇപ്പോഴും ഇവർക്ക് വേണ്ടി നിനക്ക് ഇങ്ങനെ നടക്കാനായിട്ട്? ഇവർ നിന്നോട് ചെയ്തതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവരെന്നോട് എന്ത് ചെയ്തെന്ന് അമ്മ പറഞ്ഞത്? അമ്മാവനോ അമ്മായിയോ ഇന്നേ വരെ എന്നോട് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുന്നേ അമ്മാവനാണെങ്കിൽ എന്നെ കുറിച്ചോർത്ത് സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഗംഗ, അവൾ എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മ പറയുന്നത്? അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അവൾ സമ്മതിച്ചില്ല. അതിത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഓ, നിനക്ക് ഇപ്പോഴും ഇവളെ ന്യായീകരിക്കാനേ പറ്റുന്നുള്ളല്ലേ? നീ എന്ത് വേണേലും കരുതിക്കോ, പക്ഷേ ഈ വീട്ടിലേക്ക് ഇവരെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയൂട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ വിനീതും കൂടി നിർബന്ധിക്കുകയാണ്, അമ്മയൊന്ന് മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ ഇവർ ഈ പെൺകുട്ടികളായിട്ട് എങ്ങോട്ട് പോകാനാ? അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ സുരക്ഷിതരായിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് കാവേരി പറയും, അപ്പച്ചി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അഭയം തരണം. ഞങ്ങൾ ഒരു വീടെടുത്ത് എത്രയും പെട്ടെന്ന് മാറിക്കോളാം. എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ടാ എന്ന് പറയൂട്ടോ. അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും സുജാത വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രാധമ്മയും വിനീതും കൂടി പിന്നെ ഒരു വിധത്തിൽ സുജാതേനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. അപ്പോൾ സുജാത പറയും, എൻ്റെ വീട്ടിൽ കയറി വലിയ ഭരിക്കാനൊന്നും നിന്നെയൊന്നും ഞാൻ സമ്മതിക്കില്ല. തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്ക് നിനക്കൊക്കെ ഇവിടെ കഴിയാം. നിങ്ങളുടെ അത്രയും മനസാക്ഷി ഇല്ലാത്തവളല്ല ഈ സുജാത. മരിച്ചുപോയ എൻ്റെ അരവിന്ദേട്ടനെ വിചാരിച്ച് മാത്രം ഒരു ദിവസം നീയൊക്കെ ഇവിടെ താമസിച്ചോ. നാളെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോണം എന്നൊക്കെ പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരദ അവിടെ നിന്ന് നെഞ്ചു പൊട്ടി കരയാണ്. ആരുമില്ലാതെ ഇങ്ങനൊരവസ്ഥയിൽ അഭയാർത്ഥികളെ പോലെ സുജാതയുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കേണ്ട അവസ്ഥ വരുമ്പം അവർക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പം കാവേരിയും ഗംഗയും കൂടി അവിടെ നിന്ന് പറയും, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? അമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം തന്നെ കണ്ടില്ലേ നീടയുടെ അവസ്ഥ നോക്കിക്കുക, അവളും കരയുന്നത് കണ്ടില്ലേ? തൽക്കാലം നമുക്കിവിടെ നിൽക്കാം, അല്ലാതെ ഇപ്പം എങ്ങോട്ട് പോകാനാ? ഞാൻ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഒരു വീട് ശരിയാക്കാമേ. ഇല്ലെങ്കിൽ ബാങ്കിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അമ്മയൊന്ന് ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയും ശാരദയുടെ അടുത്തേക്ക് ചെല്ലും. സുജാതയുടെ സ്വഭാവം നിനക്കറിയാലോ. അവള് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരിയല്ല. എന്താണോ അത് അപ്പം തന്നെ
അരുതേ, സുജാത പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ നീ അകത്തേക്ക് കയറാൻ നോക്ക്. കാരണം ഈ പെൺകുട്ടികളെ ആയിട്ട് നമ്മൾ അതിലെ എങ്ങോട്ട് പോകാനാ? ഈ ലോകം അത്ര നല്ലതൊന്നും അല്ല മോളെ, നിനക്കറിയാലോ എന്ന് ചോദിക്കുക. നിനക്ക് ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ത്രാണി ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാനാ എന്ന് ചോദിക്കുക. ഒരു വീട്, സുരക്ഷിതമായ ഒരു വീട് വിനീത് നമുക്ക് വേണ്ടി ശരിയാക്കി തരും. അതുവരെ നീ ഒന്ന് ഇവിടെ നിന്നേ പറ്റൂ എന്ന് നമ്മുടെ രാധമ്മയും കൂടി ശാരദയെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പം ശാരദ പറയും, എനിക്കിവിടെ താമസിക്കുന്നതിൽ ഒരു പരാതിയില്ലമ്മേ. പക്ഷേ സുജാതയ്ക്ക് ഇഷ്ടമില്ലാത്ത ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുക? ഇപ്പം തന്നെ ഇവിടെ നിൽക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലല്ലോ. അവർക്കും കൂടി ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടാവുമല്ലേ? വിനീതിനും എന്തൊക്കെ വഴക്കുകൾ അവൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം വിനീത് പറയും, അമ്മായി അതൊന്നും കാര്യമാക്കണ്ട, അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. അമ്മ പറയുന്നത് ഓർത്തോണ്ടിരുന്നാൽ അതിനേ നേരം കാണുള്ളൂ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് കയറുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുജാതയാണ് അവർക്കൊരു മുറി പോലും കൊടുക്കുന്നില്ല. അവരെല്ലാവരും അവരുടെ സാധനം കൊണ്ട് ആ വീടിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് അവിടെ കൂടിയിരിക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്കും ആഹാരം പോലും സുജാത അവർക്ക് സമയത്തിന് കൊടുക്കുന്നൊന്നുമില്ലേ. അപ്പം നീളയാണ് പറയും, അമ്മ എനിക്ക് വിശക്കുക എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ഗംഗയും കാവേരിയും കൂടി പറയും, ഞങ്ങളൊന്ന് പുറത്ത് പോയി ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ അമ്മേ. അമ്മ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് ഗംഗയും കാവേരിയും കൂടെ നേരെ പോവാണ് കേട്ടോ. അപ്പം ഗംഗ ചോദിക്കും, അല്ല കാവേരി, ജയപാലൻ അങ്കിൾ അവിടെ വന്ന് അത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതല്ലേ? അങ്കിളിന് എന്തോ നമ്മളെ കൂടെ കൂട്ടാൻ താല്പര്യമില്ലാത്തതുപോലെ മനഃപൂർവ്വം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. അപ്പം കാവേരി പറയും, നമ്മളല്ലെങ്കിലും അങ്കിളിൻ്റെ കൂടെ പോകാനൊന്നും പോകുന്നില്ല. ഇതിപ്പം അങ്കിൾ നമ്മളെ മനഃപൂർവ്വം കൈയൊഴിഞ്ഞതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. ചേച്ചിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം അങ്കിളിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും ഒരു അപാകത തോന്നിയോ എന്ന് ചോദിക്കുക. അത് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ലെങ്കിലും അങ്കിള് നമ്മളോട് പഴയ താല്പര്യമൊന്നും ഇല്ല, എന്തോ കടമ നിർവഹിക്കും പോലെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് തന്നെ ഒത്തുതീർപ്പാക്കിയിട്ട് അങ്കിൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാ എനിക്ക് തോന്നുന്നത് എന്ന് ഗംഗയും പറയാം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് അച്ഛനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. അമ്മയോട് എന്ത് ചോദിച്ചാലും അറിയില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങി അന്വേഷിക്കണം ചേച്ചി, അല്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവില്ല. നമുക്ക് ജയപാലനങ്ങളുടെ അടുത്ത് പോയി അതിനെപ്പറ്റി സംസാരിക്കാം. അല്ല ചേച്ചി, അച്ഛനൊരു തോട്ടം മേടിച്ചു എന്നല്ലേ നമ്മളോട് പറഞ്ഞിരുന്നത്? അന്ന് നമ്മളെ അതുകൊണ്ട് കാണിച്ചതല്ലേ എന്ന് കാവേരി അപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പറയും, അതെ, അതിനെന്തോ കാശൊക്കെ കൊടുത്തിട്ടേക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ചേച്ചി, ഇനിയിപ്പോൾ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ആ കൊടുത്ത കാശ് നമുക്ക് തിരിച്ചു ചോദിച്ചാലോ? അത് തരേണ്ട ഉത്തരവാദിത്വം അവർക്കും ഉള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പൈസ കിട്ടുവാണെങ്കിൽ നമുക്കത് ബാങ്കിൽ അടച്ചാൽ വീട് തിരിച്ചെടുക്കത്തില്ലേ എന്ന് കാവേരി ചോദിക്കുക. അത് ശരിയാണല്ലോ, പക്ഷേ ഇതിൻ്റെ പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ലല്ലോ മോളെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ജയപാലനങ്ങളിന് അറിയാം. ജയപാലങ്ങളാണല്ലോ അച്ഛനെ കൊണ്ട് ആ തോട്ടം മേടിപ്പിച്ചതെന്നാണല്ലേ അന്ന് അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് അങ്കിളിൻ്റെ വീട്ടിൽ പോയി അതിനെപ്പറ്റി സംസാരിക്കാം. ആ കാശ് എങ്ങനെയെങ്കിലും കിട്ടാൻ അങ്കിളിനോട് സഹായം ചെയ്യണമെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൽ അടയ്ക്കേണ്ട അത്രയും വലിയ തുക നമ്മൾ കൂട്ടേ കൂടുമോ? അച്ഛൻ്റെ അക്കൗണ്ടിനെ പറ്റിയോ അച്ഛൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് കാവേരി പറയാണ്. ശരിയാ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതായിരുന്നു അല്ലേ മോളെ? എനിക്കിച്ചിരി വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കി നടത്തിയാനെ. പക്ഷേ ആ ചിന്തയൊന്നും പോയില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ കാവേരി പറയും, അതൊന്നും സാരമില്ല ചേച്ചി, ആരും ഇപ്പോൾ സ്വയം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മളൊക്കെ ഇത്രയും വലിയ പെൺകുട്ടികളായിരുന്നില്ലേ? അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളും ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. അച്ഛൻ തന്നെ ഈ ഭാരമെല്ലാം വലിക്കുമ്പം ഇത്രയേറെ കടങ്ങളുമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ കാവേരി പറയാം. നമുക്ക് ഇവിടെ അധിക ദിവസം നിൽക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ അപ്പച്ചിയുടെ പെരുമാറ്റം കണ്ടില്ലേ എന്ന് ഗംഗ പറയാം. എന്തെങ്കിലും ഒരു വഴി കാണാൻ ചേച്ചി, വീട് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ വിനീതേട്ടനോട് ഒരു വാടക വീടെങ്കിലും ശരിയാക്കി തരാൻ നമുക്ക് പറയാം എന്നൊക്കെ കാവേരി പറയാണ് കേട്ടോ. ഇതേ സമയം നീളയാണെ വിശക്കുവാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സുജാത കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും അവളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നില്ല. ഇതേസമയം സുജാതയുടെ മോളും കൊച്ചുമോളും ഒക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. അവരും പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ ശാരദയും മക്കളെയും ഒരുപാട് വേദനിപ്പിക്കുന്നു. സുജാതയുടെ കൊച്ചുമോൾ അവിടെ നിന്ന് കളിക്കുമ്പം നമ്മുടെ നിളയും അടുത്തേക്ക് ചെല്ലുകയാണ് ആ പാവക്കുട്ടിയെയും കണ്ടുകൊണ്ട് കേട്ടോ. ഇത് മോളുടെ പാവക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ആ കൊച്ചിൻ്റെ പാവക്കുട്ടി താഴെ വീണൊന്ന് പൊട്ടിപ്പോകും. അത് കാണുമ്പോഴത്തേക്കും ആ കൊച്ച് വലിയ വായിൽ കരയും കേട്ടോ. ഇത് കേൾക്കുന്ന സുജാതയും മകളും അങ്ങോട്ട് ഇറങ്ങി വരിക. എന്നിട്ട് നമ്മുടെ നിളേനെ ഒരുപാട് വഴക്ക് പറയുക. വെറുതെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളെടുത്ത് നശിപ്പിക്കുവാണോ? ഇതൊക്കെ നിനക്കും ഉണ്ടായിരുന്നതല്ലേ? എന്നിട്ട് ഇപ്പം ഇവളുടെ കണ്ടപ്പം വീണ്ടും നിനക്ക് വേണമെന്ന് പൂതിയാണോ എന്നൊക്കെ സുജാത ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നിളയ്ക്ക് ആകെ സങ്കടം
വരിക. അവൾ സങ്കടപ്പെട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുക. അമ്മേ എന്നും പറഞ്ഞ് അപ്പം ശാരദയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. നീ എന്തിനാ അതൊക്കെ എടുക്കാനായിട്ട് പോയത് എന്ന് ചോദിക്കുക. അതമ്മേ ഞാൻ ഒന്നും ചെയ്തില്ല, അത് വെറുതെ കണ്ടപ്പം ഒന്ന് നോക്കിയത് അമ്മേ. അതിന് എന്തിനാ അപ്പച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളിവിടെ നിൽക്കുന്ന അപ്പച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത് അമ്മേ, നമുക്ക് വേറെ എങ്ങോട്ടേലും പോയാലോ എന്ന് പറയാം. അപ്പോൾ യമുനയും പറയും, നമ്മൾ വന്നപ്പോൾ തൊട്ട് അപ്പച്ചിയുടെ പെരുമാറ്റം കണ്ടില്ലേ, ഇത്ര നേരമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ പോലും നമ്മളോട് പേരിനെങ്കിലും വേണമെന്നൊന്ന് ചോദിച്ചോ അമ്മേ, അപ്പച്ചിക്ക് അത്രയ്ക്ക് വൈരാഗ്യമാണ് നമ്മളോട് എന്ന് പറയണേ. അത് കേൾക്കുന്ന ശാരദ പറയും, എനിക്കൊന്നും അറിയില്ല മക്കളെ, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. നമ്മൾ എങ്ങോട്ട് പോകാനാ? ഇവിടുന്ന് ഇറങ്ങിപ്പോകി കിടക്കാൻ ഒരു സ്ഥലമേലും ഉണ്ടോ? ഞാൻ തന്നെയാണെങ്കിൽ പോയി മരിക്കുകയും ചെയ്യായിരുന്നു. നിങ്ങൾ ഈ പെൺകുട്ടികളെ ആയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളുടെ അച്ഛനോട് എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത്. ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ എന്നെ നിർത്തിയിട്ട് ആ മനുഷ്യനങ്ങ് സ്വയം രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാം അരവിന്ദേട്ടൻ ചെയ്തു തന്നത് നോക്കി കാണുമെന്നല്ലാതെ ഒരു കാര്യം സ്വയം ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏതാണെന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് കരയുക. അപ്പോൾ യമുന പറയും, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നിളയാണ് വീണ്ടും വിശക്കുമെന്ന് പറയുമ്പം യമുന പറയും, ചേച്ചിമാർ വരുമ്പം എന്തെങ്കിലും നിനക്ക് വാങ്ങിയിട്ട് വരും, നീ അതുവരെ സങ്കടപ്പെടാതിരിക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിയൊക്കെ നേരെ നമ്മുടെ ജയപാലൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ചോദിക്കും, ജയപാലങ്കിളിന് എന്താ പെട്ടെന്ന് തന്നെ പോന്നേ എന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, 2-3 പേരെ കാണേണ്ടതുണ്ടായിരുന്നു. അല്ല, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വീണ്ടും സ്നേഹതീരത്ത് വന്നായിരുന്നു. അപ്പം നിങ്ങൾ അവിടെ കണ്ടില്ല. പിന്നെ എനിക്ക് തോന്നി വിനീത് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകുമെന്ന്. ഒന്നുമല്ലേലും അരവിന്ദൻ്റെ സ്വന്തം പെങ്ങളല്ലേ സുജാത, അവർക്ക് പിന്നെ നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇടെ ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി. അല്ല, ഞാനങ്ങോട്ട് വന്നിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. സുജാത എൻ്റെ കൂടെ നിങ്ങളെ വിടാനും പോകുന്നില്ല. അവിടെ അവർ നിങ്ങളെ നന്നായിട്ട് നോക്കൂലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗയും കാവേരിയും പരസ്പരം നോക്കും, ഒന്നും മിണ്ടില്ല. അല്ലെങ്കിലേ അങ്കിൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വീട് ഞങ്ങൾ കാശ് കൊടുത്ത് തിരിച്ചു കിട്ടുമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഈ കാശുകളൊന്നുമില്ല. അച്ഛൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് വല്ലതും ഉണ്ടോ? അങ്കിളല്ലേ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ മക്കളെ, അരവിന്ദൻ വന്നതിന് ശേഷം അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് നോക്കുന്നത്. ഞാനെല്ലാം അവൻ്റെ കയ്യിലോട്ട് കൊടുത്തായിരുന്നല്ലോ. പിന്നെ ഗംഗയ്ക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത കാശും ഒക്കെ എടുത്തതിന് ശേഷം അവൻ്റെ കയ്യിൽ കാണുമായിരിക്കും, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ജയപാലനൊന്ന് ചിന്തിച്ചിട്ട് പറയും, അയ്യോ അല്ല, അവൻ്റെ കയ്യിലുള്ള കാശ് മുഴുവനും എടുത്താണല്ലോ ഗംഗയ്ക്ക് ആഭരണങ്ങളൊക്കെ മേടിച്ചത്. ഇനി അവൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലെന്നാണ് അന്ന് എന്നോട് കണ്ടപ്പോൾ പറഞ്ഞത് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി ചോദിക്കും, അച്ഛൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലെന്നോ? അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്? അതെ. അപ്പോൾ ഗംഗ ചോദിക്കും, അല്ലെങ്കിലേ അച്ഛനൊരു തോട്ടം മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തില്ലായിരുന്നോ? ആ കാശ് ഇപ്പം ചോദിച്ചാൽ തിരിച്ച് കിട്ടില്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ അത് അഡ്വാൻസ് ഒന്നും അവൻ കൊടുത്തിട്ടില്ല, വാക്ക് പറഞ്ഞ് വെച്ചതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശരി മക്കളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് വരെ പോകേണ്ടതുണ്ട്. ഇപ്പം 2-3 കോള് വന്നു, പിന്നെ നിങ്ങളിവിടെ വന്നതുകൊണ്ട് ഞാൻ സംസാരിച്ച് നിന്നതാ. എന്തായാലും ഞാൻ സുജാതയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും ഗംഗേനെയും കാവേരിനെയും അവിടെ നിന്നൊന്ന് ഒഴിവാക്കാനാണ് അയാൾ നോക്കുന്നത്. അപ്പോൾ അയാളുടെ ഈ ഒഴിഞ്ഞുമാറ്റം 2 പേർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവരങ്ങ് ഇറങ്ങി പോവുക. അപ്പോൾ ഗംഗ ചോദിക്കും, കാവേരി, ജയപാൽ അങ്കിളുടെ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്കിൾ നമ്മളെ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരി പറയും, ജയപാലങ്കിളിന് അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ ചേച്ചി, അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കില്ല. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ജയപാലങ്കിളാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എന്നിട്ടിപ്പം ഒന്നും അറിയാത്ത പോലെ അച്ഛൻ്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തുന്നത് കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജയപാലങ്കിളിന് എന്തൊക്കെയോ അറിയാം. ഇനി ജയപാലങ്കിൾ അച്ഛനെ കാശ് വല്ലതും പറ്റിച്ചോ ചേച്ചി എന്ന് കാവേരി ചോദിക്കും കേട്ടോ. അപ്പം ഗംഗ പറയും, അങ്ങനെ ചെയ്യുമോ? എനിക്കറിയില്ല, എനിക്കിപ്പോൾ ആരെയും മനസ്സിലാകുന്നില്ല. നമ്മൾ ഇക്കാര്യം വീട്ടിൽ പോയി പറഞ്ഞാലും അമ്മ ഇതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. അമ്മയ്ക്ക് ജയപാലങ്കിളിന് അത്രയ്ക്ക് വിശ്വാസമാണ്. അച്ഛൻ്റെ ആത്മമിത്രമായതുകൊണ്ട് ആ മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അമ്മ ഒരിക്കലും തയ്യാറാവത്തില്ല എന്ന് പറയണം. ഇപ്പം കൂടുതലൊന്നും അമ്മയോട് പോയി പറയണ്ട എന്ന് ഗംഗയോട് കാവേരിയും പറയുക. നമുക്ക് എന്തെങ്കിലും ബ്രെഡോ വല്ലതും മേടിച്ചിട്ട് പോവാൻ ചേച്ചി, അവിടെ സുജാത അപ്പച്ചി ഒന്നും കൊടുത്ത് കാണില്ല, നിളയ്ക്കാണ് പനിയും ഉള്ളതല്ലേ, അവൾക്ക് വിശക്കുന്നുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലുമ്പം കുറച്ച് ബ്രെഡും ജാമും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അത് നിളയ്ക്ക് കൊടുക്കുക. അപ്പോൾ യമുന പറയും, ഇവൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ചേച്ചി, നിങ്ങൾ വരുന്നതും കാത്തിരുന്നതാ. സുജാത അപ്പച്ചി ഇവള് വിശക്കുമെന്ന് പറയുന്ന കേട്ടിട്ട് പോലും ഒന്നും കൊടുത്തില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ഗംഗയ്ക്കും കാവേരിക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നമ്മളിനി എന്ത് ചെയ്യും മക്കളെ എന്ന് ശാരദ അപ്പം ചോദിക്കും കേട്ടോ. അപ്പം ഗംഗ പറയും, എനിക്കും അറിയില്ലമ്മേ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അല്ല, നിങ്ങൾ ജയപാലേട്ടൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചോ? അതിനായിട്ടല്ലേ പോയത് എന്ന് കാവേരിയോട് ചോദിക്കും. അപ്പോൾ കാവേരി പറയും, ജയപാലങ്ങളിന് എന്തൊക്കെയോ തിരക്കാമേ,
കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. പിന്നെ ജയബാലങ്ങളും പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ള കുടിശ്ശിക അടച്ചാൽ മാത്രമേ വീടിന് തിരിച്ച് കിട്ടുള്ളൂന്നാ. പക്ഷേ ആ പൈസയ്ക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യും? അച്ഛൻ്റെ അക്കൗണ്ടിൽ ഒറ്റ രൂപ ഇല്ലെന്നാ ജയബാലങ്ങൾ പറയുന്നത്. ഗംഗേച്ചിക്ക് ആഭരണങ്ങളൊക്കെ എടുത്തതോടുകൂടി കാശൊക്കെ തീർന്നെന്ന്. അങ്ങനെ പറഞ്ഞോ ജയബാലേട്ടൻ എന്ന് ശാരദ ചോദിക്കും. ജയബാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശുകളൊന്നും കാണില്ല. എല്ലാ കാര്യങ്ങളും ജയബാലേട്ടനാണല്ലോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശാരദയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഗംഗയും കാവേരിയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. അതേസമയം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സുജാത ചോദിക്കുക, അല്ല നിങ്ങൾക്ക് വീട് വല്ലതും ആയിട്ടുണ്ടോ, മാറുന്നില്ലേ, ഇവിടെ തന്നെ ഇങ്ങനെ അട്ടിപ്പേർ കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ കാവേരി പറയും, അപ്പച്ചി ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റിയൊരു വീട് കിട്ടിയാൽ ഉടനെ തന്നെ മാറും എന്ന് പറയാം. എത്രയും പെട്ടെന്ന് മാറിക്കോണം, അല്ലാതെ എൻ്റെ മക്കൾക്കും കൂടി കണ്ണ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇന്നലെ തന്നെ ഈ നിള എൻ്റെ കൊച്ചു ആഹാരം കഴിക്കുന്നിടത്ത് വന്ന് എത്തി നോക്കുന്നത് കണ്ടു. അവൾക്ക് വല്ല അസുഖം വന്നാലോ എന്ന് കരുതിയ ഞാൻ പിന്നെ എന്തെങ്കിലും ഇച്ചിരി കൊടുത്തേക്കാന്ന് കരുതി കൊടുത്തപ്പം അവൾക്ക് വേണ്ട പോലും. അല്ലെങ്കിലും മഹാറാണിമാർ അങ്ങ് സ്നേഹതീരത്തെ ഭക്ഷണം മാത്രമല്ലേ കഴിക്കുള്ളൂ, നമ്മളുടെ വീട്ടിലെ ഭക്ഷണമൊന്നും അയിത്തമാണല്ലോ എന്ന് പറയാം. അപ്പം ശാരദ പറയും, അതിന് ചേച്ചി ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ, ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ആഹാരം കൂടി തരാം, എൻ്റെ മോൻ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശിന് വാങ്ങുന്ന സാധനങ്ങളാണ്, അതിന് നിങ്ങൾക്ക് ഞാൻ തരാം എന്നൊക്കെ വളരെ മോശമായിട്ട് സുജാത പറയാണ് കേട്ടോ. അപ്പോൾ വിനീത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം അമ്മയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് വിനീതിന് മനസ്സിലാവുകയാണ്. അപ്പോൾ വിനീത് സങ്കടപ്പെട്ടുകൊണ്ട് കടയിൽ പോയിരിക്കുമ്പോൾ നിവിൻ അങ്ങോട്ട് വരിക. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയത്, അവിടെ അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല എൻ്റെ അമ്മ. ഒന്നുമല്ലേലും സ്വന്തം ആങ്ങളുടെ ഭാര്യയും മക്കളും അല്ലേ, ആ പരിഗണനയൊന്നും എൻ്റെ അമ്മയുടെ മനസ്സിലില്ലടാ. എത്ര മോശമായിട്ടാണ് പെരുമാറുന്നതെന്നറിയാവോ? വീട്ടിൽ കയറി വരുന്ന ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും അവർക്ക് കൊടുക്കുന്നില്ല. അവരൊത്തിരി സഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ട് അവർ ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് നോക്കും എന്ന് പറയാം. നിനക്ക് നിൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കൂടെ എന്ന് അപ്പം നിവിൻ ചോദിക്കും. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, അമ്മയുടെ ഒരു തരം വാശി പിടിച്ച സ്വഭാവമാണ്. ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് എപ്പോഴും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊട്ട് മാറാനും പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നെ വിശ്വസിച്ചില്ലേ അവരങ്ങോട്ട് വന്നത്, എന്നിട്ടിപ്പം അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, കാവേരിയൊക്കെ നല്ല ബ്രേവ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നേ. അറിയില്ല, ഗംഗയും കാവേരിയും ജയബാലങ്ങളിനെയൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മാവൻ്റെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. അല്ലടാ, എല്ലാം അമ്മാവനാണോ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് അപ്പം നിവിൻ ചോദിക്കും. അതെ, ജയബാലങ്കിൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മാവൻ കാശ് ജയബാലങ്കിളിൻ്റെ അക്കൗണ്ടിലേക്കും കണ്ട കൊടുത്തോണ്ടിരുന്നത്. ഇതിനെപ്പറ്റി എനിക്കും അറിയില്ല. ഇപ്പം അക്കൗണ്ടിൽ കാശില്ലെന്നൊക്കെ പറയുന്നതെന്നാ ഇന്ന് കാവേരി എന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞാൽ അവരിതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം വിനീതിൻ്റെ വീട്ടിൽ ശാരദയുടെ മക്കളുടെ അവസ്ഥ വളരെയേറെ പരിതാപകരമാണ്. ആ വീട്ടിലൊന്ന് കുളിക്കാൻ പോലും അവരെ സമ്മതിക്കുന്നില്ല സുജാത. അതുകൊണ്ട് അവിടെ അടുത്തൊരു ചെറിയ അരുവിയുണ്ട്, അവിടെ പോയിട്ട് അവർ തുണിയൊക്കെ അലക്കി കുളിക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരെയാണ് കേട്ടോ. അപ്പം നമ്മുടെ നിളക്കുട്ടിക്ക് ചെറിയൊരു അപകടവും സംഭവിക്കുന്നുണ്ട്. നിളക്കുട്ടി പെട്ടെന്ന് തല കറങ്ങി വീഴും. ആ സമയത്ത് യമുന മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിളയെ എടുത്തുകൊണ്ട് നമ്മുടെ യമുന വഴിയിലൊന്നും ഒരു സഹായത്തിന് ഒരാളെ പോലും കിട്ടുന്നില്ല. യമുനയാണെങ്കിൽ വണ്ടികൾക്കൊക്കെ കൈ കാട്ടും നിളയനെ എടുത്തുകൊണ്ട്. പക്ഷെ ആരും വണ്ടി നിർത്തുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് ഒരു രക്ഷകനെ പോലെ നമ്മുടെ നരയൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയെ എടുത്ത് കരഞ്ഞുകൊണ്ട് കൈ നീട്ടുന്ന കാണുമ്പം തന്നെ വണ്ടി നിർത്തുകയാണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുക. അപ്പോൾ ചോദിക്കും, ചേട്ടാ എൻ്റെ അനീത്യ ഇവള് പെട്ടെന്ന് തല കറങ്ങി വീണു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നരയൻ പറയും കയറിക്കോളൂ എന്ന് പറയാണ്. എന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ കാണിക്കുവാണ് കേട്ടോ. ശേഷം ഹോസ്പിറ്റലിലേക്ക് വരുന്ന നമ്മുടെ കാവേരിയോട് വഴി പോയ ഒരാളാണ് രക്ഷിച്ചതെന്നും ഒക്കെ പറയാം. ആ മനുഷ്യൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അനിയത്തിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ചേച്ചി, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് തിരിച്ചെടുക്കണം ചേച്ചി എന്ന് യമുന പറയാം. അപ്പോൾ കാവേരി പറയും, നമ്മൾ നോക്കുന്നുണ്ടല്ലോ മോളെ, ഒന്നും ശരിയാകാഞ്ഞിട്ടല്ലേ എന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ നിളയനെ പനി കൂടിപ്പോയാട്ടോ തല കറങ്ങുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി അവർ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുക. അപ്പം ഗംഗ പറയും, അമ്മേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം തന്നെ എത്ര ദിവസമായി സുജാത അപ്പച്ചിയുടെ വീട്ടിൽ, ഇവിടെ ഇനിയും നിൽക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ശാരദ പറയും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ മേടിച്ച സ്വർണം എൻ്റെ കയ്യിലുണ്ടല്ലോ അമ്മേ, അത് നമുക്ക് തൽക്കാലം വിൽക്കാം. അത് വിറ്റ് കഴിഞ്ഞാൽ ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ കിട്ടും, അതടച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീടിൻ്റെ പേപ്പർ മേടിച്ച് അങ്ങോട്ടേക്ക് മാറണമെന്ന് പറയാം. അപ്പം ശാരദ അത് സമ്മതിക്കില്ല. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നേ? നിൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് അരവിന്ദേട്ടൻ മേടിച്ച് വെച്ചിരിക്കുന്ന സ്വർണ്ണമല്ലേ, അത് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നിനക്കൊരു ആലോചന വരുമ്പം പിന്നെ എന്ത് ചെയ്യും?
പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയാം. കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. ഇപ്പോഴാണോ അമ്മേ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നത്? കല്യാണമൊന്നും ഇപ്പം എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. ആദ്യം നമുക്ക് ഒരു കിടപ്പാടം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ സ്നേഹതരം വിട്ടുകളയാൻ അമ്മയ്ക്ക് പറ്റുമോ? ഇതല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അച്ഛൻ്റെ അക്കൗണ്ടിൻ്റെ വിവരങ്ങളെപ്പറ്റി ഒന്നും അമ്മയ്ക്ക് അറിയത്തുമില്ല. ജയബാലങ്കളും പറയുന്നത് അച്ഛൻ്റെ അക്കൗണ്ടിൽ കാശൊന്നും ഇല്ലെന്നാ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് ഗംഗ ചോദിക്കും. അപ്പം ശാരദ മിണ്ടാതെ ഇരിക്കുക. അപ്പോൾ കാവേരിയും പറയും, ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലമ്മേ. നമ്മുടെ വീട് നമുക്ക് വീണ്ടെടുക്കണ്ടേ? സ്വർണ്ണമൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അതിനുശേഷം ഞാനൊരു ചെറിയ ജോലിക്ക് എന്തെങ്കിലും നോക്കാം. അത് വെച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്ന് പറയേ. അപ്പം ശാരദ പറയും, അരവിന്ദേട്ടൻ്റെ അക്കൗണ്ടിൽ ഒന്നും കാശില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ജയബാലങ്കൾ അങ്ങനെയാ പറഞ്ഞത്. അച്ഛൻ്റെ അക്കൗണ്ടിലുള്ള ആകെ കാശ് എടുത്തിട്ടാണ് അത്ര സ്വർണം മേടിച്ചത്. അപ്പം അച്ഛൻ ആ തോട്ടം മേടിച്ചതൊക്കെയോ ആ പൈസയൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം കാവേരി പറയും, അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടമ്മേ, തൽക്കാലം ഇതിങ്ങനെ ചെയ്യാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗയും കാവേരിയും കൂടി ആ സ്വർണം വിനീതനും കൂട്ടിക്കൊണ്ട് വിൽക്കുക. എന്നിട്ട് ആ പൈസ കൊണ്ട് ബാങ്കിൽ അടച്ച് അവർ വീട് തിരിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് വരും ആഴ്ചകളിൽ കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന ആഴ്ചത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്